പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം പാളിപ്പോകാൻ പാടില്ല. അവർ മുന്നിൽ കാണുന്ന ലക്ഷ്യം ആത്മാർത്ഥതയോട് കൂടിയിട്ടായിരിക്കണം, അള്ളാഹുവിൻ്റെ വജിയിലായിരിക്കണം, ഭൗതികമായ ഒരു ഉദ്ദേശത്തിലാവാൻ പാടില്ല. ഒരു കഥ പറയാം. ബനു ഇസ്രായേൽ ഒരു വളരെ ഇബാദത്തെടുക്കുന്ന ഒരു ആബിദായ നല്ലൊരു മനുഷ്യനുണ്ടായിരുന്നു. ഒരിക്കലും ഇയാൾ ഒരു സംഭവം കേട്ടു. തൻ്റെ നാട്ടുകാരിൽ ചില ആളുകൾ ഒരു മരത്തെ ആരാധിച്ചുകൊണ്ട്, മരത്തെ വണങ്ങിക്കൊണ്ട്, മരത്തിന് വേണ്ടിയിട്ട് പൂജകളൊക്കെ ചെയ്യുന്നതായിട്ട് കേട്ടു. ആബിദായ മനുഷ്യൻ്റെ രക്തം തിളച്ചു. ആബിദായ മനുഷ്യൻ ആ മരം മുറിക്കണമെന്ന് നിശ്ചയദാർഢ്യം എടുത്തുകൊണ്ട് ഒരു മഴു തോളിലിട്ടുകൊണ്ട് മരം മുറിക്കാൻ വേണ്ടിപ്പോയി. അങ്ങനെ വഴിയിലിങ്ങനെ പോകുന്നതിനിടയിൽ ഒരു വൃദ്ധനായ ഒരാളുടെ കോലത്തിൽ വന്ന ശൈത്താനെ ഇയാൾ കണ്ടുമുട്ടാണ്. ശൈത്താനാണത്, വൃദ്ധനായ ഒരു മനുഷ്യൻ്റെ കോലത്തിലാണ്. ഈ സമയത്ത് ശൈത്താൻ ആ ആബിദായ മനുഷ്യനോട് ചോദിച്ചു, അല്ല നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്? ഈ സമയത്ത് ആബിദായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇന്നാലിന്ന സ്ഥലത്തൊരു മരമുണ്ട്, ആ മരം ഷിർക്കിൻ്റെ കൂടാരമാണ്, അള്ളാഹുവിനെതിരെ അവിടെ ഒരു ഇബാദത്ത് നടക്കുന്നുണ്ട്, അത് ആ മരം മുറിച്ച് കളഞ്ഞാൽ അവിടെ ഷിർക്ക് തന്നെ പൊളിഞ്ഞു പോകും, അതുകൊണ്ട് മരം മുറിക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശൈത്താൻ അവനെ തർക്കിച്ചു, ആബിദായ മനുഷ്യനെ തർക്കിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും തല്ലായി, അടിപിടിയായി, അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലായി. അവസാനം ആബിദായ മനുഷ്യൻ ആ പിശാചിനെ മലർത്തിയടിച്ചു, ആ ഒരു മൽപിടുത്തത്തിൽ വിജയിച്ചു. അപ്പോൾ ഈ സമയത്ത് പിശാച് ഈ ആബിദായ മനുഷ്യനോട് പറഞ്ഞു, നമുക്കൊരു ഒത്തുതീർപ്പിലെത്താം. നിങ്ങൾ മരം മുറിക്കാതെ ഇവിടുന്ന് മടങ്ങിപ്പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസം 2 ദീനാർ വീതം ഞാൻ നൽകുമെന്ന് പറഞ്ഞു. 2 ദീനാർ വീതം ഞാൻ നൽകും, എല്ലാ ദിവസവും 2 ദീനാർ. ഈ സമയത്ത് ആബിദായ മനുഷ്യൻ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, എന്നാൽ കുഴപ്പമില്ല, ഞാൻ മടങ്ങിപ്പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ദിവസം ഇയാളുടെ വീട് മുറ്റത്ത് ഇയാൾക്ക് 2 ദീനാർ കിട്ടി, സന്തോഷമായി. രണ്ടാമത്തെ ദിവസം ആബിദിൻ്റെ വീട് മുറ്റത്ത് നിന്ന് തന്നെ 2 ദീനാർ കിട്ടിയപ്പോൾ അതിസന്തോഷവാനായിട്ട് ഇയാൾ മാറി. പക്ഷേ മൂന്നാമത്തെ ദിവസം നോക്കിയപ്പോൾ വീടിൻ്റെ മുന്നിൽ ഒന്നും കണ്ടില്ല. 2 ദീനാർ വീടിൻ്റെ മുന്നിൽ കാണാത്തത് കൊണ്ട് ഈ ആബിദായ മനുഷ്യൻ കുപിതനായിക്കൊണ്ട് വീണ്ടും ആ വാളെടുത്തുകൊണ്ട്, തൻ്റെ കരാർ പൊളിച്ചതല്ലേ, അതുകൊണ്ട് ആ മരം ഞാൻ ഇന്ന് മുറിക്കുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് മഴു തോളിലിട്ടുകൊണ്ട് മരം മുറിക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോവാണ്. അങ്ങനെ മരം മുറിക്കാൻ വേണ്ടി പോകുന്നതിനിടയിൽ ആ വൃദ്ധൻ്റെ കോലത്തിലുള്ള ശൈത്താൻ പിന്നെയും വന്നു. അങ്ങനെ ഇവർ തമ്മിൽ വീണ്ടും വാക്കേറ്റമായി, വീണ്ടും തല്ലുകൂടി. ഈ തല്ലുകൂടിയ സമയത്ത് ഈ പ്രാവശ്യം ജയിച്ചത് ശൈത്താനായിരുന്നു. ശൈത്താൻ ജയിച്ചപ്പോൾ ആബിദായ മനുഷ്യൻ ആലോചിക്കണം, ഇയാൾ വാർദ്ധക്യം ബാധിച്ച ആളാണ്, സ്വാഭാവികമായിട്ടും ഞാൻ യുവാവായതുകൊണ്ട് എനിക്ക് ഇയാളെ മൽപ്പിടുത്തത്തിൽ അതിജയിക്കാമായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ തോൽക്കാൻ എന്തൊരു കാരണമുണ്ടല്ലോ. അങ്ങനെ ഈ ആബിദായ മനുഷ്യൻ ശൈത്താനോട് ചോദിക്കാൻ, അല്ല ഈ തവണ നിങ്ങൾ എന്നെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് സഹായകരമായത്, നിങ്ങൾ ഈ പ്രാവശ്യം ജയിക്കാൻ കാരണമായ ആ ഒരു സംഭവം എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അന്നേരം ശൈത്താൻ പറഞ്ഞു കൊടുക്കുകയാണ്, എടോ, ആദ്യ തവണ നീ ആ മരം മുറിക്കാൻ വേണ്ടി വന്നത് അള്ളാഹുവിൻ്റെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ടാണ്. അള്ളാഹുവിന് വേണ്ടിയിട്ട്, അള്ളാഹിൻ്റെ വജ്ഹിന് വേണ്ടിയിട്ട് നീ ആ മരം മുറിക്കാൻ വേണ്ടി വന്നപ്പോൾ നിൻ്റെ പ്രവർത്തനം വളരെ നിഷ്കളങ്കമായിരുന്നു. ആ സമയത്ത് അമ്മനക്കല്ലാഹുമിന്നെ, എൻ്റെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹു നിന്നെ സംരക്ഷിച്ചു. നിൻ്റെ നിഷ്കളങ്കത കൊണ്ട്, ഇബാദത്തിൻ്റെ നിഷ്കളങ്കത കൊണ്ട് അള്ളാഹ് നിന്നെ സംരക്ഷിച്ചു. ആ സംരക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ട് നീ ആ മൽപ്പിടുത്തത്തിൽ ജയിച്ചു. പക്ഷേ ഇപ്രാവശ്യം നീ സ്വയം കുപിതനായത് പണത്തിന് വേണ്ടിയിട്ടാണ്. നീ ആ ഒരു ദീനാർ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്നോട് മൽപ്പിടിക്കാൻ വേണ്ടിയിട്ട്, മൽപ്പിടുത്തത്തിന് വേണ്ടി വന്നത്, അല്ലാതെ ഇഖ്ലാസോട് കൂടിയിട്ട്, ഇബാദത്തിലുള്ള ഇഖ്ലാസോട് കൂടിയിട്ടല്ല. അതുകൊണ്ട് അള്ളാഹ് നിന്നെ സംരക്ഷിച്ചില്ല. അള്ളാഹിൻ്റെ സംരക്ഷണം ഇല്ലാത്തത് കൊണ്ട് നീ എൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോയടോ. അള്ളാഹിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം എന്നല്ല, ജീവിതത്തിൽ എല്ലാ സമയത്തും നീ ജയിക്കുമായിരുന്നു എന്നോ ആ ശൈത്താൻ ആ ആബിദായ മനുഷ്യന് ഉപദേശമായി കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹ് കൂടെ ഉണ്ടല്ലോ. അള്ളാഹ് കൂടെ ഉണ്ടാകുമ്പോൾ എല്ലാ വിഷയത്തിലും നമുക്ക് സമാധാനം കിട്ടും, വിജയം കിട്ടും. ഒരു നിമിഷം പോലും ഭൗതികമായിട്ടുള്ള ഉല്ലാസത്തിൽ പെട്ടുകൊണ്ട് നമ്മൾ അള്ളാഹുവിൽ കാണിച്ച ഇഖ്ലാസിനെ നഷ്ടപ്പെടുത്താൻ പാടില്ല. നഷ്ടപ്പെടുത്തിയാൽ ആ നഷ്ടപ്പെടുത്തിയതിൽ നമ്മൾ പരാജയം അനുഭവിക്കേണ്ടി വരും. അള്ളാഹു നമുക്ക് യഥാർത്ഥത്തിലുള്ള വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ഇഖ്ലാസുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.